എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നാലാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും അറിയാം, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അതായത് +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്രയധികം കൺസെപ്റ്റുകളുള്ള ഒരു ചാപ്റ്റർ വേറെ ഇല്ല. ഇത്രയും അധികം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എളുപ്പമാണ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും എളുപ്പമാണ്. പക്ഷെ കുറേ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമുക്കിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒപ്പം നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ടത്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എക്സാമിന് എഴുതാൻ പറ്റില്ല. അപ്പോൾ എക്സാമിന് എഴുതേണ്ടതായിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് ഞാൻ കാണിച്ചു തരാം. ആ സ്ക്രീനിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 4 ടോപ്പിക്സ് ആണ് ഫോക്കസ് ചെയ്ത് തന്നിട്ടുള്ളത്. 4 ടോപ്പിക്സ്. ഒന്ന്, അതിനകത്ത് ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന VSEPR തിയറിയാണ്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഓൾറെഡി നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും പേർക്ക് അറിയുന്നുണ്ടാവും, ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. മാത്രമല്ല ഈ ടോപ്പിക്കിന്റെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. VSEPR തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്, ബോത്ത് ഫോർ എൻട്രൻസ് ആൻഡ് ബോർഡ് എക്സാംസ് എല്ലാം. ഏത് പരീക്ഷയ്ക്കും VSEPR തിയറി ചോദിക്കാതിരിക്കില്ല, അതിൽ നിന്നൊരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റൻസ് ഉണ്ടാവും. VSEPR തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് എന്ത് കൊടുത്തിരിക്കുന്നത് വാലൻസ് ബോണ്ട് തിയറി, VBT എന്ന് പറയും, വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ടോപ്പിക് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MO തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ പറയുമ്പോൾ ഈ 4 ടോപ്പിക്സും അത്യാവശ്യം വലിയ ടോപ്പിക്സ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് മാത്രമല്ല ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അത് എപ്പോഴും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ കാണാം. H2O ലിക്വിഡ് വൈ H2SS ഗ്യാസ്, സ്ഥിരം ചോദ്യമാണ്. വൈ വാട്ടർ എന്ന് പറഞ്ഞാൽ H2O എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, പക്ഷെ അതേ ഗ്രൂപ്പിലുള്ള സൾഫർ ഹൈഡ്രജൻ ആയിട്ട് ചേർന്ന് വാട്ടർ പോലൊരു സാധനം ഉണ്ടാവുകയാണ് H2S, പക്ഷെ അത് ഗ്യാസ് ആണ്. എന്തുകൊണ്ട്? ഓക്സിജന്റെ കൂടെ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തപ്പോൾ വാട്ടർ ലിക്വിഡ് ഉണ്ടായി, എന്തുകൊണ്ട് മറ്റൊരു ഗ്യാസ് ആയി. ഇത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ പാരാനൈട്രോഫിനോൾ ആണോ ഓർത്തോനൈട്രോഫിനോൾ ആണോ കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ്, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബോണ്ട് പാരാമീറ്റേഴ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അമോണിയക്കാണോ NF3 ആണോ കൂടുതൽ ഡൈപോൾ മൊമെന്റ്. അത് പക്ഷേ VSEPR തിയറിയിലും ഉണ്ട്, പക്ഷെ അത് ആക്ച്വലി ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു പോർഷൻ വേറെ ഉണ്ട്. അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരുപാട് പുതിയ ടേംസ് ഈ ചാപ്റ്ററിനകത്തുണ്ട്. അതിലൊരെണ്ണമാണ് ഡൈപോൾ മൊമെന്റ്. പിന്നെ ഫെജാൻസ് റൂൾ, പിന്നെ എന്താണ് ഫോർമൽ ചാർജ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 ടോപ്പിക്കാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. അപ്പോൾ ആദ്യം പക്ഷെ ഇങ്ങനെ അവിടെ നിന്ന് ആകുമ്പോൾ എന്താ ഇതിന്റെ പിക്ചർ, മൊത്തത്തിലുള്ളൊരു സ്റ്റോറി എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലുള്ളൊരു കഥ പറയാം. അതായത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഒന്നാമത്തത് പേര് തന്നെയുണ്ട്, കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്ത് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം മോളിക്കുലർ സ്ട്രക്ചർ. ഓരോ മോളിക്യൂളിനും ഡിഫറെന്റ് സ്ട്രക്ചറാണ്, അതിനെ കുറിച്ചും കൂടെ. അപ്പോൾ ആ സ്ട്രക്ചർ എങ്ങനെ വന്നു, ആ ഷേപ്പ് എങ്ങനെ വന്നു, അതിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ സംസാരിക്കുന്നത്. ഓക്കെ. ഇനി അതിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ 2 ആറ്റംസ്, ഡിഫറെന്റ് ആയിട്ടുള്ള 2 ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ കെമിക്കൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും എന്നാണ് ഡാൽട്ടൺസ് തിയറിക്കകത്ത് ഡാൽട്ടൺ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് ഡാൽട്ടൺസ് തിയറി. 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. പിന്നെ സിമ്പിൾ റേഷ്യോ ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. എന്തായാലും കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുക, കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് ഏത് റൂൾ വെച്ചിട്ടാണ്? അതിന്റെ തിയറി എന്താണ്? അതിന്റെ ഏറ്റവും ബേസിക് തിയറി എന്താണ്? പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു ബേസിക് തിയറിയാണ് ഒക്ടറ്റ് റൂൾ. ഞാൻ എഴുതാം, ഒക്ടറ്റ് റൂൾ. ഇത് നിങ്ങൾ പഠിക്കാനൊന്നുമില്ല, പക്ഷെ ഇത് എല്ലാവർക്കും അറിയാം എന്താണ് ഒക്ടറ്റ്. ഈ പേര് കേൾക്കുമ്പോഴേക്കും എല്ലാവരും പറയും, അല്ലെ? ഒക്ടറ്റ് റൂൾ എന്താണ്? ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് അവരുടെ ഔട്ടർ ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒക്ട മീൻസ് 8 അല്ലെ? ഒക്ട എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ആറ്റത്തിന്റെ കുറെ ഷെല്ലുകൾ ഉണ്ടാവും. അതിന്റെ ഏറ്റവും ഔട്ടർ ഷെല്ലില് അതിന് എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് വേണം. അപ്പൊ 3, 4, 5, 6, 7 എണ്ണമായിട്ടിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ മേടിക്കാനോ ശ്രമിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും എട്ടെണ്ണം ആക്കാൻ നോക്കും. ഇത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന തിയറിയാണ്. ഇതിനെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒക്ടറ്റ് റൂൾ. പക്ഷെ ഈ ഒക്ടറ്റ് റൂൾ തെറ്റാണ്. കാരണം ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട് ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്തത്. ഓക്കെ, ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒക്ടറ്റ് റൂൾ തെറ്റാണ്. ഒക്ടറ്റ് റൂൾ അനുസരിച്ചാണ് പണ്ടത്തെ കൊവാലന്റ് ബോണ്ട് തിയറിയും അയോണിക് ബോണ്ട് തിയറിയൊക്കെ വന്നിരുന്നത്. കാരണം കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്തിനാണ്? ആറ്റംസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് എന്തിനാണ്? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആറ്റംസ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനാണ്? അതും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതെല്ലാം തെറ്റാണ്. കാരണം ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്ന സംഭവം തെറ്റാണ്, അല്ലെങ്കിൽ അത് എല്ലാ മോളിക്യൂൾസിന്റെ കേസിലും ശരിയല്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അപ്പോ ഒക്ടറ്റ് റൂൾ തെറ്റാണെങ്കിൽ അതിനകത്ത് വന്നിട്ടുള്ള അയോണിക് ബോണ്ട് തിയറിയും കൊവാലന്റ് ബോണ്ട് തിയറിയും തെറ്റും. ഓട്ടോമാറ്റിക്കലി അത് രണ്ടും തെറ്റും അല്ലെ? അപ്പോ അയോണിക് ബോണ്ട് തിയറിയും ശരിയാക്കണം, കൊവാലന്റ് ബോണ്ട് തിയറിയും ശരിയാക്കണം. ഓക്കെ, അയോണിക് ബോണ്ട് തിയറി ശരിയാക്കി പുതിയൊരു തിയറി ഒക്കെ വന്നു. ഇലക്ട്രോ വാലന്റ് ബോണ്ട് തിയറി വന്നു, പുതിയ തിയറി വന്നു. നമുക്ക് പഠിക്കാനില്ല, ഞാനത് പറയുന്നില്ല. എന്തായാലും വന്നു, അത് പോട്ടെ. അപ്പൊ ഈ കൊവാലന്റ് ബോണ്ടിന്റെ തിയറി ശരിയാക്കണം. ആറ്റംസ് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത്, എന്തിനാണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സിംഗിൾ കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ആദ്യം പറയണം. ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ശരിയല്ല. പിന്നെ ഒക്ടറ്റ് റൂൾ വേറെ കുറെ ഡിമാൻഡ്സ് ഉണ്ട്. നമ്മൾ മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ, ഒക്ടറ്റ് റൂൾ അനുസരിച്ച് എല്ലാ മോളിക്യൂളും ഒരേ സ്ട്രക്ചറാണ്. അതെന്തായാലും ശരിയാവില്ലല്ലോ. അപ്പൊ അതാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് 6 ഡീമെറിറ്റ്സ് ഉണ്ട്. ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 6 കാര്യങ്ങളുണ്ട് ഈ ഒക്ടറ്റ് റൂൾ തെറ്റാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തായാലും അതൊക്കെ കൊണ്ട് ഒക്ടറ്റ് റൂൾ തെറ്റാണ്. അത് ഈ കൊവാലന്റ് ബോണ്ട് തിയറി ശരിയാണ്. അങ്ങനെ ബോണ്ട് പഠിക്കാനില്ല, അവിടെ നിർത്തിയേക്കാണ്. കൊവാലന്റ് ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കണം. അതിന്റെ ശരിയായ തിയറി നോക്കണം. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ഏറ്റവും അവസാനത്തെ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിന്റെ തിയറിയാണ് ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. അതിനകത്ത് 2 തിയറീസ് ഉണ്ട്. അതായത് ഒരു കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് 2 രീതിയിലാവാം എന്ന് പറയുന്ന 2 തിയറീസ് ഉണ്ട്. അതിലൊരു തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി, VBT, വാലൻസ് ബോണ്ട് തിയറി. രണ്ടാമത്തെ തിയറിയാണ് MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓക്കെ, വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അപ്പൊ ഈ 2 തിയറീസ് ആണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാവാണ്ട് VSEPR തിയറി ആദ്യം തന്നെ കേട്ടൊരു കാര്യമില്ല. അപ്പൊ VSEPR തിയറിയാണ് ടെക്സ്റ്റിന്റെ ഓർഡറിൽ ആദ്യം കിടക്കുന്നത്. പക്ഷെ ഞാൻ അതല്ല ആദ്യം പറയുന്നത്. വാലൻസ് ബോണ്ട് തിയറിയും MO തിയറിയുമാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞാൻ VSEPR തിയറി എടുത്തത്. ഇപ്പൊ VSEPR തിയറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. അതിനകത്ത് എല്ലാ മോളിക്യൂൾസിനെയും എല്ലാ ഡീറ്റെയിൽസും, ഒരുവിധം എല്ലാ മോളിക്യൂൾസിനെയും എല്ലാ ഡീറ്റെയിൽസും പഠിക്കാനുണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്നറിയണം. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ പോകുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ് കേട്ടോ. വാലൻസ് ബോണ്ട് തിയറി എന്താണ്? വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബോണ്ട് തിയറി ഇതാണ്. ഇപ്പൊ വേണമെങ്കിൽ ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കാം. ഞാൻ ഓൾറെഡി നോട്ട്സ് നിങ്ങൾക്ക് കാണിക്കാനുള്ളതെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ലെക്ചർ നോട്ട് പോലെ ശ്രദ്ധ പോയിരിക്കാൻ വേണ്ടി ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കുക. വാലൻസ് ബോണ്ട് തിയറി. അപ്പൊ ഇനി നോക്കുക, ശ്രദ്ധിക്കുക. നമ്മളിവിടെ വാലൻസ് ബോണ്ട് തിയറിയിൽ പറയാൻ പോകുന്നത് എന്താണ്? ഒരു കെമിക്കൽ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെ? അത് ഏത് കെമിക്കൽ ബോണ്ടിന്റെ കാര്യം പറയുന്നത്? കൊവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ അയോണിക് ബോണ്ടിന്റെ കാര്യമല്ല പറയുന്നത്, കൊവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ? ഏത് കാര്യം പഠിക്കുമ്പോഴും ഇത് എന്തിനാ പഠിക്കുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലുണ്ടാവണം. അപ്പൊ വാലൻസ് ബോണ്ട് തിയറിയുടെ ഉദ്ദേശം എന്താണ്? ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു കൊവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കാണിച്ചു തരാനാണ്. ഓക്കെ, അപ്പൊ നോക്കാം ഒരു കൊവാലന്റ് ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ കൊവാലന്റ് ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നു? കൊവാലന്റ് ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ എടുത്താലല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ.
അപ്പോൾ എനിക്കൊരു സിംഗിൾ കോവാലന്റ് ബോണ്ട് വേണം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്കൊരു സിംഗിൾ കോവാലന്റ് ബോണ്ട് വേണം, ഒരു സിംഗിൾ ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ വേണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം ആരാണ്? ഹൈഡ്രജൻ ആണ്. കാരണം ഏറ്റവും ചെറിയ ആളാണ്, പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ആളാണ്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ അങ്ങോട്ട് എടുക്കാം അല്ലേ. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്താണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിന് ഇടയിലുള്ള ബോണ്ട് അതൊരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ്. അപ്പോൾ ഞാൻ ഇത് എടുക്കാൻ പോവാം, ഇതിനെ കുറിച്ച് പറയാൻ പോവാം. ഓക്കെ, അപ്പോൾ ലെറ്റ് us assume two hydrogen atoms. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അസ്യൂം ചെയ്യാം. നമ്മൾ ഇമാജിൻ ചെയ്യാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് വരയ്ക്കുകയാണ്. ഇതൊരു ഹൈഡ്രജൻ ആറ്റം ആണ്, ഇതൊരു ഹൈഡ്രജൻ ആറ്റം ആണ്. ഓക്കെ, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് വരച്ചു. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ടാവും. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, എല്ലാവർക്കും അറിയാം. അതിന്റെ ഷെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെൽ അല്ലെ, ഇത് അതിന്റെ ഫസ്റ്റ് ഷെല്ലാണ്. ഫസ്റ്റ് ഷെല്ലിനകത്ത് ആകെ ഒരു ഓർബിറ്റൽ ഉള്ള അതാണ് 1s എന്ന് പറയുന്ന ഓർബിറ്റൽ, 1s എന്ന് പറയുന്ന ഓർബിറ്റൽ. അപ്പൊ ഈ 1s ഓർബിറ്റലിനകത്ത് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്, ഒരേ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണ്, വേറെ ആരും ഇല്ല അല്ലെ. ഇലക്ട്രോൺ ഇരിക്കുന്നത് 1s എന്ന് പറയുന്ന ഓർബിറ്റലിലാണ്. ഈ 1s എന്ന് പറയുന്ന ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതുപോലെ നമ്മുടെ പ്രോട്ടോൺ ഇരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിനകത്ത്. പ്രോട്ടോൺ ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. ശരി, ഇതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ ഹൈഡ്രജനെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, അതുപോലെ ഒരു ഇലക്ട്രോൺ. ഇവരെ ഞാനൊരു വളരെ ദൂരെ വെച്ചേക്കാണ്, വളരെ ഒരു സെപ്പറേറ്റ് ചെയ്ത് വളരെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചേക്കാണ്. ഈ ഡിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ യാതൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല, ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനും ഇല്ല. അട്രാക്ഷൻ മാത്രമല്ല, റിപ്പൾഷനും ഇല്ല, ഒന്നുമില്ല. ഇവരൊരു മനസ്സിലായോ? Let us assume two hydrogen atoms. ഇവരെങ്ങനെയാണ് kept in a particular distance, kept at a particular distance where there is no force of interaction between these two atoms. മനസ്സിലായോ? ഇവർ തമ്മിൽ യാതൊരുവിധ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനും ഇല്ല. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവരെ പതുക്കെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവാ. ഇവരെ പതുക്കെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവാ. അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ തമ്മിൽ ചില ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഒക്കെ ഫോം ചെയ്യും, ചില ഫോഴ്സുകൾ ഫോം ചെയ്യും. ഇവരുടെ ചില ഫോഴ്സുകൾ ഫോം ചെയ്യും അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ. ഇല്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവരുടെ ഇടയിൽ ചില ഫോഴ്സുകൾ ഫോം ചെയ്യും. ആ ഫോഴ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഈ രണ്ട് പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത് ഫോഴ്സാണ് ഫോം ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണുന്നത് രണ്ട് പ്രോട്ടോണും രണ്ട് ഇലക്ട്രോണും ആണ്. അതായത് പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളാണ് നിങ്ങൾ കാണുന്നത് അല്ലെ. അപ്പോ ആലോചിച്ച് നോക്കുക, ഒരു ഇലക്ട്രോണിന്റെ അടുത്തേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ അവർ തമ്മിൽ എന്ത് ഫോഴ്സ് ആണ് ഫോം ചെയ്യുക? ഒരു പ്രോട്ടോണിന്റെ അടുത്തേക്ക് ഒരു പ്രോട്ടോൺ വരുമ്പോൾ അവർ തമ്മിൽ എന്ത് ഫോഴ്സ് ആണ് ഫോം ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം, റിപ്പൾഷൻ ആണ് ഫോം ചെയ്യുക അല്ലെ. ലൈറ്റ് ചാർജസ് റിപ്പൽ, ഒരേപോലുള്ള ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ ഇവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഫോം ചെയ്യും, റിപ്പൾഷൻ. ഇവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഫോം ചെയ്യും, റിപ്പൾഷൻ. അപ്പൊ ഈ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഓക്കെ, അതാരൊക്കെ തമ്മിലാണ്? ഇലക്ട്രോൺ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. പിന്നെയോ ന്യൂക്ലിയസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഈ പ്രോട്ടോൺ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് ആണ് പറയുന്നത്. ഇതാണ് ഒരു ടൈപ്പ് ഫോഴ്സ്. ഇനി വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഒരു ഇലക്ട്രോണിന്റെ അടുത്തേക്ക് ഒരു ന്യൂക്ലിയസ് വരുമ്പോൾ മറ്റേ ഇലക്ട്രോണിന്റെ അടുത്തേക്ക് ഒരു ന്യൂക്ലിയസ് വരുമ്പോൾ അത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ്? ഒരു നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ്? എല്ലാവരും പറയും അല്ലെ, എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. വെരി ഗുഡ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടായതാണ്? അൺലൈക്ക് ചാർജസ്, ഓപ്പോസിറ്റ് ചാർജസ് അല്ലെ. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്, അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ, ഈ ഇലക്ട്രോണും ആ ന്യൂക്ലിയസും തമ്മിൽ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ടാമത്തെ ഫോഴ്സ് ആണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ട് ടൈപ്പ് ഫോഴ്സ് ആണ് ഇവർ തമ്മിലുള്ളത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. അടുത്തേക്ക് കൊണ്ടുവരാണ്. ആലോചിച്ച് നോക്കുക, ആദ്യം ഏത് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക? ആദ്യം അട്രാക്റ്റീവ്. ഇവർ അടുത്ത് വരുന്നതോറും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, റിപ്പൾസീവ് ഫോഴ്സ് കുറവായിരിക്കും. കാരണം ഈ അൺലൈക്ക് ചാർജസ് കുറച്ചുകൂടെ അടുത്തെത്തിയാലേ റിപ്പൾസീവ് ഫോഴ്സിന് കൂടുതൽ ശക്തി വരുള്ളൂ. അപ്പൊ ആദ്യം അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഇവരിങ്ങനെ അടുത്തടുത്ത് വരും. അട്രാക്ഷൻ ആണല്ലോ, അപ്പൊ അവര് അടുത്തടുത്ത് അപ്രോച്ച് ഈച്ച് അതർ, അടുത്തടുത്തേക്ക് വരും.
ഓക്കെ, അങ്ങനെ അവർ അടുത്തേക്ക് വരും തോറും അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരും, റിപ്പൾസീവ് ഫോഴ്സ് കൂടി മനസ്സിലായോ? അപ്പോൾ അറ്റ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം വെച്ചിരുന്ന ഡിസ്റ്റൻസിനകത്ത് ഫോഴ്സ് ഒക്കെ തീരെ ഇല്ലായിരുന്നു, ഒരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നില്ല. അടുത്തേക്ക് വരുന്നതോറും അവരുടെ ഇടയിൽ രണ്ട് ഫോഴ്സുകൾ ഡെവലപ്പ് ചെയ്തു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഓക്കെ, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അടുത്തേക്ക് വരുന്നതോറും അത് ആദ്യം കൂടുതലായിരുന്നു, റിപ്പൾഷൻ കുറവായിരുന്നു. അടുത്തേക്ക് വരുന്നതോറും അട്രാക്ഷൻ കുറഞ്ഞു വരും, റിപ്പൾഷൻ കൂടി വരും. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അറ്റ് എ പെർട്ടിക്കുലർ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് പറ്റും? അവിടെ രണ്ടുപേരും ഫോഴ്സ് ഈക്വലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വന്നു, റിപ്പൾസീവ് ഫോഴ്സ് കൂടി വന്നു, രണ്ടും ഈക്വലാണ്, ഒരേപോലെ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാസ് ഗ്രേറ്റർ ദാൻ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. അതുകൊണ്ട് ഇവര് അടുത്തടുത്ത് വന്നു. ഓക്കെ, അടുത്തടുത്ത് വന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ became equal to ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഈക്വൽ ആയി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കേട്ടോ, ഇതിപ്പോ ഇവര് അവരുടെ ഡിസ്റ്റൻസ് ഇത്രയുമാണ്, ഇവർ അവരുടെ ഡിസ്റ്റൻസ് ഇത്രയുമാണ്, ഇവർ അവരുടെ ഡിസ്റ്റൻസ് ഇത്രയുമാണ്. അത് കഴിഞ്ഞ് ഇത്രയും ഡിസ്റ്റൻസിൽ എത്തിയപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഇത് ഹൈഡ്രജന്റെ കേസ് നമ്മൾ പറയുന്നത് 74 പൈക്കോമീറ്റർ എന്നാണ്. 74 പൈക്കോമീറ്റർ നമ്മുടെ നോട്ട്സ് കാണുന്നത് മനസ്സിലാവും. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് റിപ്പൾഷനും ഈക്വൽ ആയി, സെയിം ആയി. ഓക്കെ, അപ്പോൾ ഈക്വൽ ആയാൽ ഇനി എന്താ പ്രത്യേകത എന്നറിയോ? നമ്മൾ ഇനി ഇവരെ ഒന്നുകൂടെ അടുപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവര് 74 ഈക്വൽ ആയിട്ട് നിൽക്കണം, ഒന്നുകൂടെ അടുപ്പിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടാണ് ഒരു കാര്യം മനസ്സിലായത്, ഇവര് റിപ്പൽ ചെയ്യും. കാരണം ഇപ്പൊ റിപ്പൾഷൻ കൂടും, അട്രാക്ഷൻ കുറയും. അപ്പൊ റിപ്പൽ ചെയ്ത് പഴയ പൊസിഷനിൽ തന്നെ തിരിച്ചു. ഏത് പഴയ പൊസിഷൻ? ഈ പൊസിഷൻ ഇവിടെ തന്നെ തിരിച്ചു. കാരണം എന്താ? അത് വിട്ടു പോയി കഴിഞ്ഞാൽ വീണ്ടും അട്രാക്ട് ചെയ്യും, അല്ലെ? അടുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും റിപ്പൽ ചെയ്യും. അപ്പോൾ അട്രാക്ഷൻ, റിപ്പൾഷൻ ഇത് രണ്ടും ഇല്ലാത്ത അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയ പൊസിഷനാണ് ഈ 74 പൈക്കോമീറ്റർ. ഈ പൊസിഷനെ വിളിക്കുന്ന പേര്, ഈ ഒരു പോയിന്റ് ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഇസ് ഫോംഡ്. ഇവിടെയാണ് നമ്മുടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത്. മനസ്സിലായോ? ആ കോവാലന്റ് ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് ആണ് ഈ പറഞ്ഞത്. ബോണ്ട് ലെങ്ത് ആണ് ഈ പറഞ്ഞ 74 പൈക്കോമീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ, ഈ സമയത്ത് അവരുടെ ഉള്ളിലുള്ള എനർജി, അവരുടെ ആ ബോണ്ട് എനർജി, അതിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ബോണ്ട് ലെങ്ത് എന്താണെന്ന് മനസ്സിലായി, ബോണ്ട് എൻതാൽപ്പി. ഈ സമയത്ത് അവർ തമ്മിലുള്ള എനർജി, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എനർജിയിൽ വരുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത്. ഇങ്ങനെയാണ് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത്. ക്ലിയർ ആയി? ഇതിനകത്ത് ഒക്ടറ്റോളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ബാലൻസ് ബോണ്ട് തിയറി. ഇങ്ങനെയാണ് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു ഈ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വരയ്ക്കാൻ പഠിക്കുക. ഇത് കാണുമ്പോൾ തന്നെ ബോർഡ് എക്സാം എഴുതുമ്പോൾ ഫുൾ മാർക്ക് ഇട്ട് തരും. ബാക്കി കഥയൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടില്ല, ഫുൾ മാർക്ക് ഇട്ട് തരും. കാരണം എന്താ? അത്രയും ഇമ്പോർട്ടന്റ് ആണ് പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡലിൽ വേണം നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എഴുതേണ്ട സെന്റൻസുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എഴുതേണ്ട സെന്റൻസുകൾ ഞാൻ സ്ക്രീനിലാണ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്താണ്? അപ്പോ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോയിന്റ്സിന് ഒരു ഗ്രാഫ് ഉണ്ട്. ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഞാൻ മാറ്റിയാണ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കഥയിലെ ഒരു ഗ്രാഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു എക്സ് ആക്സിസ് വരയ്ക്കുകയാണ്, ഒരു വൈ ആക്സിസ് വരയ്ക്കുകയാണ്. എക്സ് ആക്സിസിനകത്ത് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. എന്താണ്? ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അതായത് രണ്ട് മോളിക്യൂൾസ് ഇടയിലുള്ള ഡിസ്റ്റൻസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യം അവർ വളരെ ദൂരെയായിരുന്നു, പിന്നെ അടുത്തടുത്ത് വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? പിന്നെ അവർ അടുത്തടുത്ത് വന്നു, പിന്നെ ഒരു സെപ്പറേറ്റ് പൊസിഷനിലേക്ക് അവർ എത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. അതായത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് സീറോ എന്ന് പറയുന്നത് ഇതാണ്, ഇതല്ല. സാധാരണ നമ്മളെപ്പോഴും സീറോ ഇവിടെ അല്ല വരയ്ക്കുന്നത്. ഇതിന്റെ സീറോ ഇവിടെയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോസിറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് പോർഷനും ഗ്രാഫിന്റെ നെഗറ്റീവ് പോർഷനും മുകളിലേക്ക് ഗ്രാഫിന്റെ പോസിറ്റീവ് പോർഷനുമാണ്. ഇനി ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇതിന് ഈ പോയിന്റ് താഴത്തുള്ള എനർജി നെഗറ്റീവ് ആണ്,
മുകളിലോട്ടുള്ള എനർജി പോസിറ്റീവ് ആണ്. ഇതെന്താ കാരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ എനർജി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജി നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് പറയുക, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കാരണം ഉണ്ടാകുന്ന എനർജി നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് പറയും. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇവിടെ താഴ്ഭാഗത്തുള്ള എനർജിയൊക്കെ അട്രാക്ഷൻ എനർജിയാണെന്ന് ആലോചിക്കുക, അത് അട്രാക്ഷൻ ആണ്, എപ്പോഴും നെഗറ്റീവ് ആയിട്ട് പറയുക. അതുപോലെ മോൾ ഭാഗത്തുള്ള എനർജിയൊക്കെ റിപ്പൾഷന്റെ ആണത് പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക. അതെന്താ കാരണം വെച്ചാൽ ആലോചിച്ചാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫ് സാധാരണ ഇവിടെ തന്നെ വരയ്ക്കുക, ഇവിടുത്തെ ഗ്രാഫ് ഇവിടെ നിന്നാണ് നോക്കുക. ഇവരൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെക്കുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു ഇന്ററാക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ 0 പോയിന്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇവിടെ അല്ല, കുറെ ദൂരെയാണ്. അപ്പൊ ആ പോയിന്റ് നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ കൊണ്ടുവരികയാണ് കണ്ടോ. അത് ഏതാണ്ട് 0 അടുത്തൊരു ലൈൻ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇത് എനർജിയാണ് ഈ പറയുന്നത്, എനർജി. യെസ്. ഇനി എന്താ പ്രത്യേകത? ഇനി ഇവരെ അടുക്കും തോറും ഇവരുടെ അട്രാക്ഷൻ കുറഞ്ഞു വരും, റിപ്പൾഷൻ കൂടി വരും എന്ന് പറഞ്ഞു അല്ലെ. അട്രാക്ഷൻ കുറഞ്ഞു വരും, റിപ്പൾഷൻ കൂടി വരും. എന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് ഇത് രണ്ടും അട്രാക്ഷൻ റിപ്പൾഷൻ ഈക്വൽ ആവുന്നത്. ഈ ഒരു പോയിന്റിൽ ഈ രണ്ട് പോയിന്റും അതായത് അട്രാക്ഷൻ റിപ്പൾഷൻ ഈക്വൽ ആയി. അപ്പോൾ അവിടെയാണ് ഏറ്റവും മിനിമം എനർജി ഉണ്ടാവുക. അവിടെയാണ് ഏറ്റവും തെറ്റിദ്ധരിക്കരുത്, ഇത് ഫോഴ്സ് അല്ല നമ്മൾ വരയ്ക്കുന്നത്, ഫോഴ്സ് അല്ല വരയ്ക്കുന്നത്, എനർജിയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഏറ്റവും കുറഞ്ഞ എനർജി കണ്ടോ. ഇവിടെ കൂടുതലാണ് കണ്ടില്ലേ, അത് കുറഞ്ഞ് ഈ പോയിന്റ് എത്തിയപ്പോൾ ഇവിടെ അത് എന്ത് പറ്റി ഏറ്റവും കുറവായി. ഇനി നമ്മൾ ഇവരെ പിടിച്ച് അടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇനി നമ്മൾ അടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനർജി നേരെ പോസിറ്റീവിലോട്ട് പോകും. കാരണം എന്താ? റിപ്പൾഷൻ. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവിലേക്ക് പോകുന്ന വെച്ചാൽ റിപ്പൾഷൻ ആണ്. അപ്പൊ ഇവിടെ റിപ്പൾഷൻ കൂടും. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ അപ്പുറത്തോട്ട് അട്രാക്ഷൻ കൂടുതലായിരിക്കും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും, ഇപ്പുറത്തോട്ട് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കൂടുതലായിരിക്കും. കറക്റ്റ് ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ഓഫ് റിപ്പൾഷനും ഈക്വൽ ആയിരിക്കും. ഈ പോയിന്റ് മനസ്സിലായോ? അടുത്ത പ്രത്യേകത, ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ ബോണ്ട് ലെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞത് ആ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഈ എനർജി എത്രയാണോ അതാണ് നമ്മൾ ഇവിടെ 0 നോക്കുമ്പോൾ ഈ എനർജി എത്രയാണോ അതാണ് നമ്മൾ ബോണ്ട് എനർജി, ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അത് ഓഫ്കോഴ്സ് നെഗറ്റീവ് ആയിരിക്കും, ഏറ്റവും താഴ്ന്ന ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അതിന് ഇപ്പുറത്തേക്കും കൂടുതലാണ്, അപ്പുറത്തേക്കും കൂടുതലാണ് കണ്ടോ. അപ്പോൾ അവിടെ ഏറ്റവും എനർജി കുറവാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ആ പൊസിഷനാണ് ഈ രണ്ട് ആറ്റംസിന്റെയും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ. അവരെവിടെ പോയാലും ഇങ്ങനെ ഇരിക്കാനേ അവർ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ ബോണ്ട് ചെയ്യുന്നത്. അല്ല റോക്കറ്റ് ആയതുകൊണ്ടോ അങ്ങനെയുള്ള കാര്യം കൊണ്ടൊന്നും അല്ല. അല്ലെ 8 തയ്ക്കാനോ 2 തയ്ക്കാനോ ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ല. അവരുടെ ഏറ്റവും സ്റ്റേബിൾ പൊസിഷൻ ഇതാണ്. അതുകൊണ്ടാണ്, കാരണം അവിടെയാണ് ഏറ്റവും എനർജി കുറവുള്ളത്, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എനർജി കൂടുതലാണ്. അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവാം, ഈ എനർജി കുറയുമ്പോഴാണോ സ്റ്റേബിൾ ആവുക? അതെ, എനർജി കുറയുമ്പോഴാണ് സ്റ്റേബിൾ ആവുക. സിമ്പിൾ ആയിട്ട് കാര്യം വെച്ചാൽ മതി. എന്റെ കാര്യം ചോക്ക്, ഈ ചോക്ക് ഞാൻ എന്നെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിൽക്കും. ശരിയാ, കാരണം എന്താ? ഇതിന് എനർജി ഉണ്ട്, പക്ഷെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന് എനർജി ഉണ്ട്, ഇതിന് എനർജി ഉണ്ടെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായത്? കാരണം ഞാൻ അത് വിട്ട് കഴിഞ്ഞാൽ അത് താഴെ പോകും അല്ലെ. അത് എന്തുകൊണ്ടാണ് താഴെ പോയത്? കാരണം ആ പൊസിഷനിൽ ആ ചോക്കിന് എനർജി ഉണ്ടായിരുന്നു. ആ എനർജിക്ക് പറഞ്ഞിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ പിടിച്ചു വെച്ചേക്കായിരുന്നു, അതാണ് പോകാതിരുന്നത്. അപ്പോൾ അത് ഈ പൊസിഷനിൽ അത് സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ, ഇതിന് എനർജി ഉണ്ട്, അപ്പൊ ഇത് സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ ഇതാ ഞാൻ വിട്ടാൽ അവിടെ തന്നെ നിന്നേ. മനസ്സിലായോ? പക്ഷെ ഇത് വിട്ട് കഴിഞ്ഞപ്പോൾ ഇത് താഴെ പോയി. അതിനർത്ഥം എന്താ? ആ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ അത് കൈനറ്റിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് താഴെ പോയി, അവിടെ വീണു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല. കാരണം എന്താ? അതിന്റെ എനർജി മുഴുവൻ പോയി അല്ലെ, അതിന്റെ എനർജി മുഴുവൻ പോയി. അപ്പൊ എനർജി പോയ അവസ്ഥയിൽ അത് അവിടെ കിടക്കും. അതാണ് സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനക്കമില്ല, അവിടെ കിടക്കുകയാണ്. അപ്പൊ അതേപോലെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസിന്റെ ഏറ്റവും സ്റ്റേബിൾ പൊസിഷൻ ഇനി അങ്ങനെയില്ല, കഴിഞ്ഞു, മൂവ്മെന്റും എല്ലാ പരിപാടിയും കഴിഞ്ഞു. ആ സ്റ്റേബിൾ പൊസിഷനെയാണ് നമ്മൾ ഒരു ബോണ്ട് ഫോം ചെയ്തു, വാലം ബോണ്ട് ഫോം ചെയ്തു എന്നൊക്കെ പറയുന്നത്. ആ സ്റ്റേബിൾ പൊസിഷന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ എനർജി കുറവാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും, പക്ഷെ എക്സാമിന് ഇത്രയൊന്നും എഴുതാനില്ല, വളരെ കുറച്ച് എഴുതാനുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, എന്താണ് ബാലൻസ് ബോണ്ട് തിയറി എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇനി എനിക്ക് ബാലൻസ് ബോണ്ട് തിയറി കഴിഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഞാൻ ഈ ഗ്രാഫ് മാറ്റിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ബാലൻസ് ബോണ്ട് തിയറിയുടെ ബാക്കി പറയാനുള്ളത്? ബാക്കി എന്താണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിവിടെ കിടക്കും. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഫോഴ്സ് ഓഫ് റിപ്പൾഷനും ഈക്വൽ ആയ ഒരു പൊസിഷൻ, അതാണ് ഈ ബോണ്ട് ലെങ്ത് വരുന്ന പൊസിഷൻ അല്ലെ. അതുവരെ ഇവര് പരസ്പരം ദൂരെയാണ് ഇരുന്നിരുന്നത്, പിന്നെ അടുത്തടുത്ത് വന്നു അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ
ഒരു പൊസിഷനിലാണ് ഇവര് ഏറ്റവും അടുത്തത് അല്ലെ. അങ്ങനെ അതാണ് അവരുടെ സ്റ്റേബിൾ പൊസിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ സയന്റിസ്റ്റ് അവിടെ ഒരു അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രത്യേക ഒരു സംഭവം അത് നോട്ട് ചെയ്യും. അതായത് ഈ സ്റ്റേബിൾ പൊസിഷനിൽ ഇവര് ബോണ്ടൊക്കെ ഫോം ചെയ്യുന്ന അവസ്ഥയിൽ അവിടെ ഒരു പ്രത്യേകമായ ഒരു സംഭവം നമ്മൾ നോട്ട് ചെയ്യും. അതാണ് അടുത്ത കൺസെപ്റ്റ്, ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് എന്താണ് ഓർബിറ്റൽ ഓവർലാപ്പ്? വാൻസ് ബോൺ തിയറിയുടെ സെക്കൻഡ് പാർട്ടാണ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമയ്ക്കൊക്കെ രണ്ടാം ഭാഗം ഇറങ്ങുന്ന പോലെ വാൻസ് ബോൺ തിയറി ഇതുവരെ പറഞ്ഞത് നമുക്ക് ഇത്ര പറയാനുള്ള കഴിഞ്ഞ പരിപാടി. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഓക്കെ, യെസ്. അപ്പോ ഞാൻ പറയട്ടെ കൺസെപ്റ്റ് എന്താണെന്ന് പറയാൻ പോവാണ്. ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞ സിനിമ എവിടെ വരെയാണ് അവസാനിച്ചത്, ഈ കഥ എവിടെ വരെ അവസാനിച്ചത്, ഇവിടെ വരെയല്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ബോർഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ ക്ലോസ് ആയിട്ട് നോക്കുകയാണ്. ആ ബോർഡ് ഫോം ചെയ്ത സ്ഥലത്ത് എന്താണ് അവിടെ നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. വലുതാക്കി വരികയാണ്. അവിടെ നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇവര് ഈ രണ്ട് ഓർബിറ്റൽസ് അടുത്തടുത്ത് വന്ന് അവര് ബോൺ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ആര് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത്? അതുപോലെ ഈ പോയിന്റ് ഞാൻ ഇവിടെ എടുത്ത് വരയ്ക്കാൻ കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ 74 പൈക്കോമീറ്റർ കേട്ടോ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പോ ഇതാണ് ഒരു ന്യൂക്ലിയസിന്റെ അറ്റം, ഇതാണ് മറ്റേ ഇതാണ് ഒരു ന്യൂക്ലിയസ്, ഇതാണ് മറ്റേ ന്യൂക്ലിയസ് അല്ലെ. അപ്പോ ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റം, ഇതാണ് മറ്റേ ഹൈഡ്രജൻ ആറ്റം. കണ്ടല്ലോ, ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അതാണ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ആരാണ് ഓവർലാപ്പ് ചെയ്തത്? ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാണുന്നത് വണ്ണസ് ആണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചില്ലേ, വണ്ണസിന്റെ ഷേപ്പ് സ്പെരിക്കൽ ആണ് കാര്യങ്ങളൊക്കെ പഠിച്ചത് അല്ലെ. അതുപോലെ ഈ കാണുന്നതും മറ്റേ ഹൈഡ്രജന്റെ വണ്ണസ് ആണ്. ഇവര് തമ്മിലാണ് ഓവർലാപ്പ് ചെയ്തത്. ഇവര് ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഒരു കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്താലേ ബോണ്ട് ഫോം ചെയ്യും. ഓവർലാപ്പ് ചെയ്താലേ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. യെസ്. ഇനി ഇത് ഇത്ര കാര്യമായിട്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലാവും. അതായത് ഈ ഓവർലാപ്പിംഗ് നടന്നില്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ്. ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ ഓവർലാപ്പിംഗ് നടക്കണം. ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. മാത്രമല്ല എത്രത്തോളം ഓവർലാപ്പ് ചെയ്തോ അത്രത്തോളം ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. ബോണ്ട് സ്ട്രെങ്ത് is decided by the strength of overlap അല്ലെങ്കിൽ extent of overlap. ഓവർലാപ്പിന്റെ എക്സ്റ്റെന്റ് അനുസരിച്ച് ബോണ്ട് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. ഓവർലാപ്പിംഗ് കുറവാണെങ്കിൽ ബോണ്ട് വീക്ക് ആയിരിക്കും. പെട്ടെന്ന് കൂട്ടിയത് ഓവർലാപ്പിംഗ് കുറവാണെങ്കിൽ ബോണ്ട് വീക്ക് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ് കണ്ടോ, ഒരു ബോണ്ടിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് ഈ ഓവർലാപ്പിന്റെ എക്സ്റ്റെന്റ് ആണ്. ക്ലിയർ ആയോ? തീർന്നില്ല. ഇനി ഓവർലാപ്പ് അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ഓർബിറ്റൽസും ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഏതാണ്ട് ഒരേ സൈസ്, സിമിലർ സൈസ്, സിമിലർ എനർജി, സിമിലർ ഷേപ്പ് എന്ന് പറയണ്ട, സിമിലർ സൈസ്, സിമിലർ എനർജി, ഏതാണ്ട് സിമിലർ സൈസും സിമിലർ എനർജിയും ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണ്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഷേപ്പ് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്യാം. ഓക്കെ, പി ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഒരു ഡബിൾ ഷേപ്പ് അറിയാം അല്ലെ. എസ് ഓർബിറ്റൽ ഉരുണ്ടിട്ടായിരിക്കാം. ഇത് രണ്ട് ഡിഫറെന്റ് ഷേപ്പാണ്, പക്ഷെ അവർക്ക് വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്യാം. മനസ്സിലായോ? അതുകൊണ്ടായിരുന്നു അത്. ഇത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന എസും എസും തമ്മിലാണ്. അപ്പൊ ഓവർലാപ്പിംഗ് സെയിം ഷേപ്പും കൂടിയാണ്. അപ്പോൾ സിമിലർ എനർജി ഇത് സെയിം ആവണമെന്ന് നിർബന്ധമില്ല, സിമിലർ ആയാലും ഒരേപോലെ ആയാലും ഏതാണ്ട് ഒരേപോലെ ആണെങ്കിൽ അത് ഭയങ്കര വലിയൊരു ഓർബിറ്റലും ഭയങ്കര ചെറിയൊരു ഓർബിറ്റലും തമ്മിലുള്ള ഓവർലാപ്പ് ഭയങ്കര മിനിമൽ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും നല്ല ഓവർലാപ്പ് ചെയ്യില്ല. ഏതാണ്ട് സിമിലർ സൈസും സിമിലർ എനർജിയും ഒക്കെ ഉള്ള ഓർബിറ്റൽസ് തമ്മിലേ ഓവർലാപ്പ് ചെയ്യുള്ളൂ. തീർന്നില്ല, ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഫുൾഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഹീലിയത്തിന്റെ ഓർബിറ്റൽ ഫുൾഫിൽഡ് ആണ്. ഹീലിയം 1s2. 1s എന്ന് പറയുന്നതിനകത്ത് 2 ഇലക്ട്രോൺ, ഹീലിയം ആണെങ്കിൽ 2 ഇലക്ട്രോൺ അവിടെ ഉണ്ട്. ഇനി ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജൻ 1s1 അത് ഹാഫ് ഫിൽഡ് ആണ്. അതില്ലേ 1sന്റെ കപ്പാസിറ്റി 2 ഇലക്ട്രോൺ ആണ്, അത് ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ അവർക്ക് ഓവർലാപ്പ് ചെയ്യാം.
രണ്ട് ഹൈഡ്രജൻ ഓവർലാപ്പ് ചെയ്യാം. അപ്പൊ രണ്ട് ഹീലിയത്തിന് എന്താ ഓവർലാപ്പ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഹീലിയത്തിന്റെ ഓർബിറ്റൽസ് ഫുൾഫിൽഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റിനകത്തൊന്നും പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ചോദിക്കാം, എക്സാമിന് ചോദിക്കാം, വൈ ഹീലിയം ഓർബിറ്റൽസ് ആർ നോട്ട് ഗെറ്റിംഗ് ഓവർലാപ്ഡ് ആൻഡ് ബോണ്ടഡ് എന്ന് ചോദിക്കാം. അവര് ഓവർലാപ്പ് ചെയ്യാത്തതും ബോണ്ട് ചെയ്യാത്തതും എന്തുകൊണ്ടാണ്? അവരുടെ ഓർബിറ്റൽസ് ഫുൾഫിൽഡ് ആണ്. ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർബിറ്റൽ ഓവർലാപ്പിന്റെ കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്. ഈ അങ്ങനെ എല്ലാവർക്കും ചേർന്ന് ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിനകത്ത് നോട്ട്സ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പിന്നെന്താണ് ഇനി ഒരു കാര്യം, ഇനിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർലാപ്പിംഗ് രണ്ട് ടൈപ്പാണ്. There are two types of overlap. അതാണ് ഈ പറയുന്നത് കേട്ടോ. ബാലൻസ് ബോണ്ട് തിയറി കഴിഞ്ഞു നമ്മൾ പറയുന്നത് പോകുന്നത് എന്താണ്? ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് ആണ്. ഒരു സിനിമ കഴിഞ്ഞു, അതിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോ there are two types of overlap. രണ്ട് ടൈപ്പ് ഓവർലാപ്പ്. രണ്ട് ടൈപ്പ് ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്മ ഓവർലാപ്പ്, മറ്റേതിനെ വിളിക്കുന്ന പേരാണ് പൈ ഓവർലാപ്പ്. ഇതാണ് സിഗ്മ, ഗ്രീക്ക് ലെറ്റർ സിഗ്മ, സിഗ്മ ഓവർലാപ്പ്. മറ്റേത് പൈ ഓവർലാപ്പ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓവർലാപ്പ്. എന്താണ് സിഗ്മ ഓവർലാപ്പ് അല്ലെങ്കിൽ പൈ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ നോക്കാം. അതായത് സിഗ്മ ഓവർലാപ്പ് നമ്മൾ ആക്സിയൽ ഓവർലാപ്പ് എന്ന് പറയും. ആക്സിയൽ ഓവർലാപ്പ് അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പ് എന്ന് പറയും. ഹെഡ് ഓൺ ഓവർലാപ്പ് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് എന്ന് പറയും. ഇതൊക്കെ പറയും. ഇതൊക്കെ സിഗ്മ ഓവർലാപ്പിന്റെ മറ്റു പേരുകളാണ്. ഇപ്പോൾ എക്സാമിന് ഇതൊക്കെ ചോദിച്ചു വരാൻ പറ്റില്ല. ഏത് ഓവർലാപ്പാണെന്ന് കറക്റ്റായിട്ട് അറിയാത്ത ആൾക്ക് ഈ പേരുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ആക്സിയൽ ഓവർലാപ്പ്, ഹെഡ് ഓൺ ഓവർലാപ്പ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, പൈ ഓവർലാപ്പ് അങ്ങനെയല്ല. പൈ ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈഡ് വൈസ് ഓവർലാപ്പ് ആണ്. ഇതിന്റെ മറ്റു പേരുകൾ ഇതൊക്കെയാണ്: സൈഡ് വൈസ് ഓവർലാപ്പ്, പാരലൽ ഓവർലാപ്പ് എന്നൊക്കെയാണ് ഇതിന് പറയുക. പാരലൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പ്. ഓക്കെ, സൈഡ് വൈസ് അല്ലെങ്കിൽ പാരലൽ ഓവർലാപ്പ്. ഇത് ഞാൻ നോട്ടായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എഴുതിയെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലാക്കുക. നിങ്ങൾ കാണിച്ചു തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് പറഞ്ഞുതരാം, എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. അതായത് ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ രണ്ട് പി ഓർബിറ്റൽസ് ഉണ്ട്. ഇതൊരു പി ഓർബിറ്റലാണ്, ഇത് മറ്റൊരു പി ഓർബിറ്റലാണ്. അത് ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്തത് കണ്ടോ. ഇതിനെയാണ് സിഗ്മ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഒരു പി ഓർബിറ്റലും മറ്റൊരു പി ഓർബിറ്റലും തമ്മിൽ ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇതിനെയാണ് പൈ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കാരണം രണ്ട് തലകൾ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ, രണ്ട് ഹെഡ് ഓൺ ഓവർലാപ്പ്, രണ്ട് അറ്റങ്ങൾ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ആക്സിയൽ കണ്ടോ. അതായത് ഇവന്റെ ആക്സിസും അവന്റെ ആക്സിസും സെയിം ആണ്. രണ്ടുപേരുടെ ആക്സിസ് വരച്ച ഒരേപോലെ. പക്ഷെ ഇവിടെ ഇവന്റെ ആക്സിസ് ഇതാണ്, ഇവന്റെ ആക്സിസ് ഇതാണ് കണ്ടോ. രണ്ടുപേരുടെ ആക്സിസ് ഇവിടെ ഒരേപോലെ. അപ്പൊ ആക്സിസിലൂടെ തന്നെയാണ് ഓവർലാപ്പ് ചെയ്തത്. ഹെഡുകൾ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്തത്, എൻഡുകൾ തമ്മിൽ, അറ്റങ്ങൾ തമ്മിലാണ് ഓവർലാപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സിഗ്മ ഓവർലാപ്പ്. പൈ ഓവർലാപ്പ് ഇതാണ് സൈഡ് വൈസ് ഓവർലാപ്പ് കേട്ടോ. രണ്ട് സൈഡുകൾ തമ്മിലാണ് ഓവർലാപ്പ്. മറ്റേത് നേരെ ഇങ്ങനെ വന്ന് ഓവർലാപ്പ് ചെയ്തു. ഇത് രണ്ട് സൈഡുകൾ തമ്മിലാണ് ഓവർലാപ്പ്, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു. ഇതാണ് പാരലൽ അല്ലെങ്കിൽ പാരലൽ. ആക്സിസുകൾ പാരലൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇതാണ് പാരലൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പ്. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണെന്ന് മനസ്സിലായി അല്ലെ. അത് മാറ്റാം. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? സിഗ്മ ഓവർലാപ്പിന്റെയും പൈ ഓവർലാപ്പിന്റെയും പ്രത്യേകതകൾ എന്താണ്? കുറച്ചധികം പോയിന്റ്സ് ടെക്സ്റ്റിനകത്ത് കുറച്ചേ ഉള്ളൂ. ഞാൻ കുറച്ചധികം കാര്യം ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ടേബിൾ നിങ്ങൾക്ക് കുറച്ച് വലിപ്പം വരും. അപ്പൊ ബോർഡ് എക്സാമിനൊക്കെ വളരെ എളുപ്പമുണ്ടാവും, കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ്സ് മാത്രം, അതിൽ കൊടുത്തിരിക്കുന്ന ടേബിളിലെ പോയിന്റ്സ് മാത്രം അതിൽ എഴുതുക. നമ്മൾ കുറച്ച് കൂടുതൽ എഴുതാം. കാണിച്ചു തരാം. ഒന്നാമത്തെ പോയിന്റ്, ഇവിടെ മോർ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ് അല്ലെങ്കിൽ ലാർജ് എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ് എന്ന് പറയാം. ഓക്കെ, മോർ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ്. ഓവർലാപ്പിന്റെ എക്സ്റ്റെന്റ് കൂടുതലാണ്. ഇവിടെ കുറവാണ്, ലെസ് ആണ്. ലെസ് എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ്. ഇവിടെ കൂടുതൽ ഓവർലാപ്പ് ചെയ്യുന്നത് കാരണം തലയല്ലേ. അപ്പൊ തല കൂടുതൽ ഓവർലാപ്പ് ചെയ്ത് പോകും. സൈഡ് ആകുമ്പോൾ അധികം ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഓവർലാപ്പ് ചെയ്യും. മനസ്സിലായോ? ഇവിടെ ഓവർലാപ്പിംഗ് കുറവാണ്, ഇവിടെ ഓവർലാപ്പിംഗ് കൂടുതലാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്കറിയാം, എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പ് കൂടുതലാണെങ്കിൽ അതിന്റെ എനർജി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറയാം എനർജി കൂടുതലായിരുന്നില്ല, അത് കൂടുതൽ സ്റ്റേബിൾ ആയിരുന്നു, അതിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ബോൺ സ്ട്രെങ്ത് ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ അത് കുറവായിരിക്കും. ഓക്കെ, ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. എക്സ്റ്റെന്റ് കൂടുതലാണ്, ബോൺ സ്ട്രെങ്ത് കൂടുതലാണ്. എക്സ്റ്റെന്റ് കുറവാണ്, ബോൺ സ്ട്രെങ്ത് കുറവാണ്. ഓക്കെ, ഇപ്പോ ബോൺ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ബോൺ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? ബോണിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ബോണിന്റെ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? ബോൺ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഇത് അവിടെ കുറവായിരിക്കും, എനർജി കുറവായിരിക്കും. കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്താ ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ചാൽ അത്രയും എനർജി കൊടുത്തു കഴിഞ്ഞാൽ ബോണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനത്തെ എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി കുറവാണെങ്കിൽ ഇവിടെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഓക്കെ, അപ്പൊ സിഗ്മ ഓവർലാപ്പ് അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു ബോണ്ടല്ല, അത് നല്ല സ്ട്രോങ് ആണ്. യെസ്, ഇനി നിങ്ങൾക്ക് പറയാവുന്ന ഒരു പോയിന്റ്, ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇവിടെ ഫ്രീ റൊട്ടേഷൻ നടത്താൻ പറ്റും. ഓർബിറ്റൽസിനെ ഓവർലാപ്പ് ചെയ്താലും അവർക്ക് തമ്മിൽ റൊട്ടേറ്റ് ചെയ്യാം. കാരണം ഇവരിങ്ങനെയല്ലേ ഓവർലാപ്പ് ചെയ്യാം, ഇവർക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇത് ശരിക്കും NCERT ഉള്ള പോയിന്റ് അല്ല, പഴയ NCERT ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു. അത് ഇപ്പോഴത്തെ NCERT മാറ്റിയിട്ടുണ്ട്. തെറ്റായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. NCERT പൊതുവെ അങ്ങനെയാണ്, തെറ്റായ പോയിന്റ്സ് ഒക്കെ എടുത്ത് മാറ്റും. പക്ഷെ ഞാൻ എന്നാലും എൻ്റെ ഓർമ്മയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഫ്രീ റൊട്ടേഷൻ ഈ പാരലായിട്ട് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെ കണ്ടില്ലേ, അതായത് ഈ സയാമീസ് ഇരട്ടകളെ പോലെയാണ്. സയാമീസ് ഇരട്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്, സൈഡ് വൈസ് ഓവർലാപ്പ് ആണ്. ഇവർക്ക് തമ്മിൽ തിരിയാൻ പറ്റില്ല അല്ലെ, കാരണം ഈ ഭാഗം ഒട്ടിപ്പിടിച്ച് വെച്ചേക്കാം. ഇതേപോലെയാണ് പൈ ഓവർലാപ്പ്, ഇവർക്ക് തമ്മിൽ തിരിയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ മറ്റവർക്ക് തിരിയാം. കണ്ടോ, ഇവരിങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അതാണ് ഫ്രീ റൊട്ടേഷൻ ഉണ്ട്. ഇവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ, അവിടെ ഫ്രീ റൊട്ടേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് താഴെ എഴുതി നമ്മൾ കാണുന്നത് മോൾ ഭാഗമാക്കിയാണ്. അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു സിഗ്മ ഓവർലാപ്പ് ലീഡ്സ് ടു, സിഗ്മ ഓവർലാപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിഗ്മ ബോണ്ടാണ്. അതുപോലെ ഒരു പൈ ഓവർലാപ്പ് ലീഡ്സ് ടു പൈ ബോണ്ട്. ഒരു സിഗ്മ ഓവർലാപ്പ് കഴിയുമ്പോൾ നമുക്ക് സിഗ്മ ബോണ്ട് കിട്ടും, പൈ ഓവർലാപ്പ് കഴിയുമ്പോൾ നമുക്ക് പൈ ബോണ്ട് കിട്ടും. ഓക്കെ, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സിഗ്മ ബോണ്ട് ഒരിക്കലും സിഗ്മ ബോണ്ട് എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കും കാണാം, അല്ലെങ്കിൽ ഒരു പൈ ബോണ്ടിന്റെ കൂടെ കാണാം. സിഗ്മ ബോണ്ട് ഇൻഡിപെൻഡന്റ് ആണ്. സിഗ്മ ബോണ്ട് ക്യാൻ ബി സിംഗിൾ, അത് ഒറ്റയ്ക്കും കാണാം. പക്ഷെ പൈ ബോണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് കാണില്ല. പൈ ബോണ്ട് ഇസ് ഓൾവേസ് associated with a sigma. പൈ ബോണ്ട് എപ്പോഴും സിഗ്മ ബോണ്ടിനോട് കൂടെയാണ് കാണുന്നത്. ഒരു സിഗ്മ ബോണ്ട് ഉണ്ടെങ്കിലേ പൈ ബോണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ സിഗ്മ ബോണ്ട് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കും. സിഗ്മ ബോണ്ടിന് പൈ ബോണ്ട് അസോസിയേഷന്റെ ആവശ്യമില്ല. അതെന്താ കാരണം ഇപ്പൊ കാണിച്ചു തരാം. കാരണം ഒരു അതിനിപ്പോ ഡിഫറൻസ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയാലും പ്രശ്നമില്ല. ഒരു സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നമ്മൾ പറയാറുള്ള സിംഗിൾ ബോണ്ട്. നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് വിളിക്കാറില്ലേ, അത് ശരിക്കും ഒരു സിഗ്മ ബോണ്ടാണ്. നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് വിളിക്കാറില്ലേ, അതെന്താണ്? ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത് ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ചേരുമ്പോഴാണ്. നമ്മൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കാറില്ലേ, അതെന്താണ്? ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും ചേരുമ്പോഴാണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഇതല്ലാതെ വേറെ ബോണ്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? സിഗ്മ ബോണ്ടിനെ ഒറ്റയ്ക്ക് കാണാം, സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ടിനെ കാണാം. പക്ഷെ പൈ ബോണ്ടിന് എനിക്ക് ഒറ്റയ്ക്ക് കാണില്ല. പൈ ബോണ്ട് എപ്പോഴും ആരുടെ കൂടെ ആയിരിക്കും? സിഗ്മ ബോണ്ടിന്റെ കൂടെ ആയിരിക്കും വരിക. അപ്പൊ പൈ ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യുന്ന ബോണ്ടുകളാണ്. ഓക്കെ, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ട്സിൽ മാത്രമേ കാണുള്ളൂ. സിംഗിൾ ബോണ്ടിൽ ആരെ കാണില്ല, പൈ ബോണ്ടിനെ കാണില്ല. അതൊരു ഡിഫറൻസ് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ അറിയേണ്ടത്. ഇനി കഴിഞ്ഞില്ല, ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. സിഗ്മ ഓവർലാപ്പും പൈ ഓവർലാപ്പും ഏതൊക്കെ ടൈപ്പിൽ വരാം എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിയും. അതായത് ഒരു എസ് ഓർബിറ്റിലും ഒരു എസ് ഓർബിറ്റിലും തമ്മിൽ എപ്പോഴും സിഗ്മ ഓവർലാപ്പ് ആയിരിക്കും. എസ് ഓവർലാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മ ഓവർലാപ്പ് ആയിരിക്കും. കാരണം അവർക്ക് സൈഡൊന്നുമില്ല, അവർക്ക് എല്ലാം തല തന്നെയാണ്, ഒരേപോലെയാണ്. അപ്പോൾ ഇത് എപ്പോഴും എസ് ഓവർലാപ്പ്, എപ്പോഴും സിഗ്മ ഓവർലാപ്പ് ആയിരിക്കും. ഒരു എസ് ഓർബിറ്റിലും ഒരു പി ഓർബിറ്റിലും
അത് എപ്പോഴും സിഗ്മ ഓവർലാപ്പ് ആയിരിക്കും. SP ഓവർലാപ്പ് ഇതും എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സിഗ്മ ഓവർലാപ്പ് തന്നെയായിരിക്കും. പക്ഷേ ഒരു T ഓർബിറ്റലും ഒരു P ഓർബിറ്റലും എന്ന് പറയുന്നത് ഈ P ഓവർലാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത് സിഗ്മയും ആവാം, പിന്നെ എന്തും ആവാം, പൈയും ആവാം. ഓക്കെ, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അപ്പൊ PP ഓവർലാപ്പ് ക്യാൻ ബി സിഗ്മ, ക്യാൻ ബി പൈ ഓവർലാപ്പ്. പക്ഷെ SS ഓവർലാപ്പ് എപ്പോഴും സിഗ്മ ആയിരിക്കും, SP ഓവർലാപ്പ് എപ്പോഴും സിഗ്മ ആയിരിക്കും. PP എന്ന് പറഞ്ഞാൽ മാത്രം പറയാൻ പറ്റില്ല, ഒന്നുകിൽ സിഗ്മ ആയിരിക്കാം, അതിങ്ങനെയാണ്, അല്ലെങ്കിൽ പൈ ആയിരിക്കും, അത് അതുപോലെയാണ്. അപ്പൊ പൈ ഓവർലാപ്പിനകത്ത് ആകെ ഒരു ടൈപ്പേ ഉള്ളത് PP ഓവർലാപ്പ് ആണ്. സിഗ്മ ഓവർലാപ്പിൽ 3 ടൈപ്പ് ഉണ്ട്, SS ഉണ്ട്, SP ഉണ്ട്, PP ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ബോണ്ട് തിയറിയിലും ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റിലും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഞാൻ ഈ ഒരു ക്ലാസ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഞാൻ ഇതിനകത്ത് നോട്ട്സ് കാണിച്ചു തരാം കേട്ടോ. നോട്ട്സ് സ്ക്രീനകത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് നോട്ട്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ബാലൻസ് ബോണ്ട് തിയറി. ഇപ്പോൾ ബാലൻസ് ബോണ്ട് തിയറി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടൊരു നോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. This theory was introduced by Hitler and London. Hitler and London എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുമാരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ലേറ്റർ ഡെവലപ്പ് ചെയ്തത് ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. In order to explain the shape of molecules theoretically, മോളിക്യൂൾസിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DBT can be explained by considering the formation of hydrogen H2 molecule. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ഇത് കാണിച്ച് പോവുകയാണ്. അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക, അത് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പിന്നീട് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഗ്രാഫ് പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക. ഇത്രയും പോയിന്റ്സ് ആണ് മിനിമം അതിനകത്ത് വേണ്ടത്. അതിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്, അത് നിർബന്ധമൊന്നുമില്ല. ഹിറ്റ്ലർ, ലണ്ടൻ അതൊന്നും ഓർക്കണമെന്നൊന്നുമില്ല, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ബാലൻസ് ബോണ്ട് തിയറിയിൽ ഇത്രയും പോയിന്റ്സ്, അത് കഴിഞ്ഞുള്ള ബാക്കി പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഇത് പഠിച്ചു വെക്കുക. ഇത് മാത്രം ഇത്രയും മാത്രമേ നമുക്ക് എക്സാം എഴുതാനുള്ള സമയം ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രാഫും ആ പിക്ചറും അത് മറക്കരുത്, അത് വരച്ചു വെക്കാം കേട്ടോ. ഇനി ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് കാണിച്ചു തരാം. Orbital overlap concept notes കാണിച്ചു തരാം. Formation of a covalent bond occurs by overlapping of atomic orbitals ആണ് ഫസ്റ്റ് പോയിന്റ്. ഓവർലാപ്പ് ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. പിന്നെ ഓവർലാപ്പ് ഓർബിറ്റൽസ് എങ്ങനെയാണ്? സിംഗിൾ ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ്, അത് പറയാൻ പറയും. ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം കേട്ടോ. ഹാഫ് ഫീൽഡ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അത് ഓപ്പോസിറ്റ് സ്പിന്നും കൂടെ ആയിരിക്കണം, എന്നാലാണ് അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത്. ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർ തമ്മിൽ സ്റ്റേബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. എക്സ്റ്റെൻഡ് ആണ് അവരുടെ സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഓവർലാപ്പിന് 2 ടൈപ്പ് ഉണ്ട്, സിഗ്മ ആൻഡ് പൈ ഓവർലാപ്പ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൊടുത്ത് വയ്ക്കുക. പിന്നെ സിഗ്മ പൈ ഓവർലാപ്പിന്റെ ടേബിൾ, അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ഈ പടങ്ങൾ ഇതൊരിക്കലും സിഗ്മ ഓവർലാപ്പും പൈ ഓവർലാപ്പും ചോദിച്ചാൽ ഈ പിക്ചർ ഒരിക്കലും മറക്കരുത്. ഇതെന്തായാലും നിർബന്ധമായിട്ട് വരച്ച് വയ്ക്കുക, എഴുതി വയ്ക്കുക. അതുപോലെ പൈ ബോണ്ട് ഞാൻ പറഞ്ഞു, ഓൾവേസ് ഇൻ അഡീഷൻ, സീൻ ഓൾവേസ് ഇൻ അഡീഷൻ ടു സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടിന്റെ കൂടെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് പൈ ബോണ്ടിനെ കാണുക. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൂടെ കൊടുത്ത് വയ്ക്കുക. ഇതും കൂടെ ആ ടേബിളിനകത്തേക്ക് എക്സാമിന് എഴുതുമ്പോൾ ചേർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി, കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞൊരു ഫുൾ തിയറി, ശരിക്കും അതിനകത്ത് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് എന്നൊരു സാധനം കൂടെ അതിനകത്തുണ്ട്. പക്ഷെ അത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞില്ല, പക്ഷെ അത് ആ പോയിന്റ് ആ ടേബിളിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അതും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഓർത്ത് ശരിക്കും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി, ഇനി ഇതിൽ കൂടുതലൊന്നും ഈ ഒരു പോർഷനിൽ ചെയ്യാനില്ല. അപ്പോൾ ബാലൻസ് ബോണ്ട് തിയറി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്താണെന്നുള്ള വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ ശരിക്കും തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ബാലൻസ് ബോണ്ട് തിയറി ആൻഡ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. അധികം കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, എന്നാലും നല്ല തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. ഒട്ടും സമയം കളയാതെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.